കെ രാഗേഷിന്റെ പിതാവും കോൺഗ്രസ് നേതാവുമായ പുതിയാറമ്പത്ത് ഗോവിന്ദന്റെ സ്മൃതി മണ്ഡപത്തിന് ചുവന്ന പെയിന്റ് അടിച്ചു. കോൺഗ്രസ് പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റിനും കെ സുധാകരന്റെ മുൻ ഡ്രൈവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് കെ രാഗേഷ് ആരോപിച്ചു. എന്നാൽ ആരോപണം DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിഷേധിച്ചു. കോൺഗ്രസ് വിമതനായ കെ രാഗേഷിന്റെ വോട്ടോടെ LDFന് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെയാണ് സ്മൃതി മണ്ഡപത്തിന് ചുവപ്പടിച്ചത്. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന പുതിയാറമ്പത്ത് ഗോവിന്ദന്റെ പേരിനും ജനന മരണ തീയതികൾക്ക് മുകളിലും പെയിന്റ് അടിച്ചിരിക്കുന്നു. ഇത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കെ രാഗേഷ് ചോദിച്ചു. കെ സുധാകരന്റെ മുൻ ഡ്രൈവർക്കും കോൺഗ്രസ് പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് രാഗേഷ് ആരോപിക്കുന്നു. ഇതുവഴി കടന്നുപോയ ആളുകൾ ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റും നിജിലിനെയും ഈ ഭാഗത്ത് ഇന്നലെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇവരെയൊക്കെ ടെലിഫോൺ കോളുകളും അവരുടെ റേഞ്ചും പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സാധിക്കും. ഞങ്ങൾ സംശയിക്കുന്ന അവരെ തന്നെയാണ്. പ്രകോപനമുണ്ടാക്കി തന്നെ ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമം ഇനി നടക്കില്ലെന്ന് രാഗേഷ് കൂട്ടിച്ചേർത്തു. ഈ പ്രവൃത്തിക്ക് പിന്നിൽ ആരായാലും കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ DYSPക്ക് കെ രാഗേഷ് പരാതി നൽകി. റിപ്പോർട്ടർ, കണ്ണൂർ.